ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൊച്ചു ലഞ്ച് വ്ളോഗുമായിട്ടാണ്. ഈ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള, നിങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടും കഴിച്ചിട്ടും ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് ബിരിയാണി റൈസോ അതുപോലെ ഗീയോ കാഷ്യൂ നട്ട്സും റൈസൻസോ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. എന്നാൽ ടേസ്റ്റിനാണെങ്കിൽ ഒട്ടും കുറവില്ലാത്ത നല്ല സൂപ്പറായിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ബീഫ് വെച്ചിട്ടാണ് ഈ ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബീഫിൻ്റെ ഒരു മസാല തയ്യാറാക്കിയെടുക്കാം. ചൂടായ പ്രഷർ കുക്കറിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2 വലിയ സവാള ഞാൻ കുറച്ച് കനത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ തിന്നായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ബീഫ് ഇട്ടിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് വേവിക്കുമല്ലോ. അപ്പോൾ സവാള നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ സവാള കുറച്ച് കനത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. സവാള വഴറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട്. ഇതിലോട്ട് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ഉണ്ട് ഏകദേശം. അതുകൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 6 പച്ചമുളകും 1 തുടം വെളുത്തുള്ളിയും അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 3 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് ഈ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ബീഫ് ചേർത്തിട്ട് പ്രഷർ കുക്കർ അടച്ചു വെച്ച് വേവിക്കുമല്ലോ. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നോളൂ. ഏകദേശം ഒന്ന് സോഫ്റ്റായി വരുന്ന ടൈമിൽ ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ ഗരം മസാല പൗഡർ ചേർത്തിട്ടില്ല, അത് ചേർക്കുമ്പോൾ ഞാൻ പറയാം. ഇനി ഇതിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഈ പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ 4 വിസിലിന് ശേഷം പ്രഷർ കുക്കർ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ, സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടില്ല. എന്നാൽ നമ്മൾ ഇതിലോട്ട് റൈസ് ചേർത്തിട്ട് വീണ്ടും പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് വേവിക്കും. ആ ടൈമിൽ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അതുകൊണ്ടാണ് ഞാൻ 4 വിസിൽ വരെ എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. നേരത്തെ ചേർക്കാനത് എന്താണെന്ന് വെച്ചാൽ ബീഫിൻ്റെ കളറൊക്കെ ചേഞ്ചായി പോവും ഗരം മസാല മുന്നേ ചേർത്ത് കൊടുത്താൽ. അതുകൊണ്ടാണ്. ഇതിലോട്ട് 1 പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുതിനയില നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ടൈമിൽ കുറച്ച് പുതിനയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ കുഞ്ഞു ജാറിലോട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഓൾറെഡി നമ്മൾ 1 കപ്പ് വെള്ളം ചേർത്തു. 1/2 കപ്പ് വെള്ളം മസാലയിൽ ചേർത്തു, 1/2 കപ്പ് വെള്ളം തേങ്ങയിലും ചേർത്തു. തേങ്ങ നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കണ്ട, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇത് നമുക്ക് മസാലയിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ശേഷം മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് കൂടി വെള്ളം ചേർത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി 1/2 കപ്പ് വെള്ളമായിട്ടുണ്ട്, കാരണം നമുക്ക് റൈസ് ചേർക്കുമ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് നോക്കേണ്ടതാണ്, അതുകൊണ്ടാണ്.
ഈ 1.5 കപ്പിൻ്റെ കൂടെ വീണ്ടും ഒരു 1.5 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം 3 കപ്പ് വെള്ളമായിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഈ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 750 ഗ്രാം റൈസാണ് എടുത്തിരിക്കുന്നത്. അതായത് 3 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. അതിന് 6 കപ്പ്, ചെറിയ കപ്പിന് 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ വലിയ കപ്പാണ് എടുത്തത്, അതുകൊണ്ടാണ് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്ന റൈസ് റേഷൻ അരിയാണ്. നമുക്ക് റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന പുഴുങ്ങലരി വെച്ചിട്ടാണ് ഈ ബിരിയാണി നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. കഴുകി വെച്ചിരിക്കുന്ന 3 കപ്പ് റൈസ് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് 3 വിസിൽ വരുന്നത് വരെ ഒന്നുകൂടി വേവിച്ചെടുക്കാം. റേഷൻ അരിയാന്ന് വെച്ചിട്ട് ടേസ്റ്റ് ഇല്ലയെന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇപ്പോൾ 3 വിസിൽ വന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ എയർ കളയാൻ പാടില്ല. എയർ തനിയെ പോയതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. ഒരു 5 മിനിറ്റ് വെക്കുമ്പോഴേക്കും പ്രഷർ കുക്കറിൻ്റെ എയറൊക്കെ പോയി കിട്ടും. അതിനുശേഷം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടല്ലോ, റൈസിൻ്റെ വെള്ളമൊക്കെ കറക്റ്റാണ്. നമ്മൾ റേഷൻ അരിയാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ജീരകശാല റൈസ് ആണെങ്കിൽ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചിട്ട് മാറ്റി വെക്കാം. ശേഷം നമുക്കൊരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടായ ചീനച്ചട്ടിയിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബീഫ് റോസ്റ്റൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ പരമാവധി വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലോട്ടൊരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. വളരെ കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ മാത്രമേ പെട്ടെന്ന് സോഫ്റ്റായി കിട്ടുള്ളൂ. ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒന്ന് വഴന്ന് വരുന്ന ടൈമിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ ഒരു ചെറിയ തക്കാളിയും അതുപോലെ ഒരു കാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം, 4/1 ഭാഗം കൂടി എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ കാപ്സിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മറ്റ് കളറുകൾ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏകദേശം ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ വരെ ഗരം മസാല പൗഡർ ഇവ കൂടി ചേർത്തിട്ട് ഈ മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടി ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ബീഫ് വേവിക്കുന്ന ടൈമിൽ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. ഇതിൽ ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കുക. നമ്മൾ മസാല തയ്യാറാക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല, ബീഫ് വേവിക്കുമ്പോൾ മാത്രമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ വരെ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഈ മസാലകളൊക്കെ യോജിച്ച് വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ മല്ലിയില കയ്യിൽ ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ മല്ലിയില തീർന്നു പോയി, അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഞാൻ റൈസ് സെർവ് ചെയ്യാണ്.
വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരുടെ വീട്ടിലും റേഷൻ അരിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റേഷൻ അരിയാന്ന് വെച്ചിട്ട് ടേസ്റ്റ് ഇല്ലയെന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ ആവശ്യമായിട്ടുള്ള വേവിൽ എടുത്തു കഴിഞ്ഞാൽ, നല്ല കറക്റ്റായിട്ടുള്ള വേവിൽ എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി തന്നെയാണ്. ഇത് നമുക്കിപ്പോൾ ബസ്മതി റൈസൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയ ബിരിയാണി പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ ലഞ്ച് വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.